കഥ തുടരുന്നു. അക്ബറുടെ കണ്ണുകൾ കുറുകി. ബുദ്ധിമാനാണ് അയാൾ. വാതിൽ തുറക്കുവാൻ അയാൾ ഗോപികയ്ക്ക് നിർദ്ദേശം കൊടുത്തു. അനന്തരം വാതിലിന് നേർക്കുള്ള മറ്റൊരു ഡോർ കർട്ടന് പിന്നിൽ റിവോൾവർ ചൂണ്ടി തയ്യാറായി നിന്നു. ഗോപിക വാതിൽ തുറന്നതും അയാൾ ഉന്നം പിടിച്ചു. പുറത്ത് മോഹനായിരുന്നു. ആരാ? ഗോപിക തിരക്കി. മോഹൻ. എന്താ? എനിക്ക് അക്ബറെ കാണണം. അക്ബറോ? ആരാ അയാൾ? നിന്റെ അമ്മയുടെ ഭർത്താവ്. പറഞ്ഞതും മോഹൻ അകത്തേക്ക് കയറി അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. നിനക്ക് മരിക്കണമെന്നുണ്ടോ? ഇല്ല. അവൾ പിടഞ്ഞു പോയി. പട്ടിയുടെ മോനെ. ഡോർ കർട്ടൻ വകഞ്ഞു മാറ്റിക്കൊണ്ട് അക്ബർ പുറത്തു വന്നു. വിടടാ അവളെ. മോഹൻ തലതിരിച്ചു. നീ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. കണക്ക് തീർക്കാൻ തന്നെയാണ് ഞാൻ വന്നത്. അക്ബർ ഉച്ചത്തിൽ ചിരിച്ചു. കഴിഞ്ഞ തവണ നീ രക്ഷപ്പെട്ടു. ഇനി അതുണ്ടാവില്ല. അയാൾ മോഹൻ്റെ നെഞ്ചിന് നേരെ റിവോൾവർ ഉന്നം വച്ചു. പെട്ടെന്ന് മോഹൻ ഗോപികയെ പരിചയാക്കി നിർത്തി. ചുണയുണ്ടെങ്കിൽ വെടിവയ്ക്കടാ. ആദ്യം അവളുടെ മാറിട തുളയട്ടെ. അക്ബർ ഒരു നിമിഷം പതറി. പക്ഷേ പെട്ടെന്ന് സമനില കൈവരിച്ചു. അലിമാവയുടെ സംഘത്തിൽ പരസ്പരം കടപ്പാടുകളില്ല. അയാൾ രണ്ടും കൽപ്പിച്ച മട്ടിലായിരുന്നു. ഗോപികയെ ബലി കൊടുക്കേണ്ടി വന്നാലും നിന്നെ ഞാൻ വിടില്ല. ഭാഷ മനസ്സിലായില്ലെങ്കിലും ആ ഭാവം കണ്ടപ്പോൾ ഗോപിക നടുങ്ങി. വേണ്ട അക്ബർ സാർ, എന്നെ കൊല്ലരുത്. അത് അയാൾ കേട്ടതായി ഭാവിച്ചില്ല. അടുത്ത സെക്കൻഡ് ആ കെട്ടിടം നടങ്ങുന്ന ഒരു വെടിയൊച്ച കേട്ടു. നിലവിളിയോടെ ഗോപിക കണ്ണുകൾ ഇറുക്കിയടച്ചു. എന്നാൽ തനിക്ക് യാതൊന്നും സംഭവിച്ചില്ലെന്ന് അവൾ അറിഞ്ഞു. അതേ നേരത്ത് ഒരു വെടിയൊച്ച കൂടി കേട്ടു. ഒരു അലർച്ച. ഗോപിക കണ്ണുകൾ തുറന്നു. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മുന്നിൽ അക്ബർ പിടയുന്നു. ഒരു മദ്യപാനിയെ പോലെ ആടിക്കുഴഞ്ഞ് കാൽമുട്ടകൾ മടക്കി കമിഴ്ന്നു വീഴുന്നു. അയാളുടെ ശരീരം നിറയെ ചോര. എന്താണുണ്ടായത്? ഡോർ കർട്ടൻ ഒരു വശത്തേക്ക് വകഞ്ഞു മാറ്റി ഒരു യുവതി അവിടേക്ക് വന്നു. അവളുടെ കയ്യിൽ പിസ്റ്റൾ ഇരിക്കുന്നത് ഗോപിക കണ്ടു. മോഹൻ പിടിവിട്ടിട്ടും അവൾക്ക് ചലിക്കാൻ കഴിഞ്ഞില്ല. അക്ബറെ ഒരു പട്ടിയെപ്പോലെ വെടിവെച്ചു കൊന്ന ഇവൾക്ക് തൻ്റെ 10 ഇരട്ടി സൗന്ദര്യമുണ്ടെന്ന് ഗോപികയ്ക്ക് തോന്നി. സോറി ഗോപിക. അശ്വതി ചിരിച്ചു. അക്ബറുടെ ശവശരീരത്തെ നോക്കി ഗോപിക വീഴ്ച നിൽക്കുമ്പോൾ മോഹനും അശ്വതിയും നടന്നു നീങ്ങി. ഗോവൻ അതോ ലോകത്തെ മുഴുവൻ നടുക്കിയ ഒരു സംഭവമായിരുന്നു അത്. പോപ്സൺ അലിമാവായുടെ ഗുണ്ടത്തലവൻ അക്ബറെ വെടിവെച്ചു കൊന്നു. അതും ഒരു വേശ്യയുടെ വീട്ടിൽ വെച്ച്. ഒപ്പം മറ്റൊരു വാർത്തയും പരന്നു. ഗോവയിലെ ഏറ്റവും സുന്ദരിയായ വേശ്യ ഗോപികാബായി ആത്മഹത്യ ചെയ്തു. അതിന് അവളെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് മാത്രം ആർക്കും മനസ്സിലായില്ല. എന്നാൽ അശ്വതിയും മോഹനും അതിനുത്തരം കണ്ടെത്തി. പോപ്സൺ അലിമാവായുടെ ഗുണ്ടത്തലവൻ തൻ്റെ വീട്ടിൽ വെച്ച് കൊല്ലപ്പെട്ടതിനാൽ അവൾക്കിനിയും ജീവിതമില്ല എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അലിമാവോ ലോകം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും ക്രൂരമായ വിധത്തിൽ അവളെ വകവരുത്തും. അക്ബറുടെ ഘാതകരെ തേടി അലിമാവായുടെ സംഘം പരക്കം പാഞ്ഞു. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് പീറ്റർ മസ്ക്രാൻ ആയിരുന്നു. അശ്വതിയും മോഹനുമാണ് അക്ബറെ കൊലപ്പെടുത്തിയെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷേ ഹോട്ടൽ ഹനുമയിൽ നിന്നും അവർ എവിടേക്കാണ് പോയതെന്ന് പോലും ആരും അറിഞ്ഞില്ല. ആർക്കും സംശയം തോന്നാത്ത സുരക്ഷിതമായ ഒരു താവളത്തിലായിരുന്നു അശ്വതിയും മോഹനും. മണിശങ്കറാണ് അവരെ എല്ലാ കാര്യങ്ങളിലും സഹായിച്ചു കൊണ്ടിരുന്നത്. വെർണദേശ് സാൽ സിറ്റി. റോഡിനിരുവശത്തും അവിടുത്തെ സന്ധ്യതകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. അണിഞ്ഞൊരുങ്ങി ഏതോ ഉത്സവത്തിൽ പങ്കുകൊള്ളാൻ എന്ന വണ്ണമാണ് അവരുടെ നിൽപ്പ്. ചെറിയ കച്ചവടക്കാർക്കൊക്കെ നല്ല കോളാണ്. നാട്ടുകാർക്കിടയിൽ ചില വിദേശികളുമുണ്ട്. അവരും ഇടയ്ക്കിടെ വാച്ച് നോക്കുകയും കരിക്കും വെള്ളം മോന്തുകയും ചെയ്യുന്നു. അവർക്കിടയിൽ 2 വിദേശികളായി അശ്വതിയും മോഹനും, ഒരു പഞ്ചാബിയും ഭാര്യയും. ആൾക്കാർക്കിടയിൽ നിന്നും നേരിയ ആരവം ഉയരാൻ തുടങ്ങിയപ്പോൾ അവർ റോഡിൻ്റെ അങ്ങേ തലക്കിലേക്ക് നോക്കി. മുടിയില്ലാത്ത ഒരു ജീപ്പ് സാവധാനം വരുന്നു. ജനങ്ങളുടെ എല്ലാം ശ്രദ്ധ അവിടേക്കായി. മുടിയില്ലാത്ത ജീപ്പിൻ്റെ പിൻഭാഗത്തെ മുക്കാലും നഗ്നരായ 5 സുന്ദരി പെൺകുട്ടികൾ. അരയ്ക്ക് താഴെയുള്ള ഭാഗം മാത്രം നാമമാത്രമായി വസ്ത്രം കൊണ്ട് മറച്ചിട്ടുണ്ട്. പുരുഷന്മാരുടെ കണ്ണുകൾ ആർത്തിയോടെ അവരെ കൊത്തിപ്പറിച്ചു. പെൺകുട്ടികൾക്കാണെങ്കിൽ ഇത്തരമൊരു സംഭവം നടക്കുന്നതിൻ്റെ പ്രതീതിയേയില്ല. ചിരിച്ചുല്ലസിച്ച് റോഡിനിരുവശത്ത് നിൽക്കുന്നവരെ നോക്കി കൈവീശി കാണിക്കുകയാണ് അവർ. അശ്വതിയിലെ രക്തം തിളച്ചു. ബിഗ് ഷോ എന്ന പേരിൽ കാട്ടിക്കൂട്ടുന്ന ആഭാസത്തരം. പോപ്സൺ അലിമാവോയെയാണ് ആദ്യം കൊല്ലേണ്ടത്. മയക്കുമരുന്ന് ആവശ്യത്തിലധികം നൽകിയാണ് പെൺകുട്ടികളെ ജീപ്പിൽ നിർത്തിയിരിക്കുന്നത്. വെർണദേശം സാൽ സിറ്റിയിലെ ആൾക്കാരെ രസിപ്പിക്കാനും അതിലൂടെ തൻ്റെ സാമ്രാജ്യത്തിന് കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുമാണ് അലിമാവോ ഇതൊക്കെ കാണിക്കുന്നത്. മറ്റൊരു സുപ്രധാന ലക്ഷ്യം കൂടി ഇതിനുണ്ട്. അതാർക്കും അറിഞ്ഞുകൂടാ. പെൺവാണിഭം. വാണിഭക്കാരുടെ ഏജന്റുമാരും ഈ ഷോ കാണുവാൻ എത്തിയിട്ടുണ്ടാവും. അവർക്ക് പെൺകുട്ടികളെ കാണുന്നതിനും വില നിശ്ചയിക്കുന്നതിനും കൂടിയാണിത്. ജീപ്പിൻ്റെ മുൻസീറ്റിൽ ഡ്രൈവറെ കൂടാതെ മറ്റൊരാൾ ഇരിപ്പുണ്ടായിരുന്നു. പീറ്റർ മസ്ക്രാൻ്റെ സഹോദരൻ. പെൺകുട്ടികളുടെ വിൽപ്പന കാര്യങ്ങൾ ഇയാൾ മുഖാന്തരമേ നടക്കൂ. അയാളെ വെടിവെച്ച് കൊല്ലാനും ആ ജീപ്പ് നശിപ്പിച്ച് കളയാനും അശ്വതിയുടെ കൈകൾ തരിച്ചു. അവൾ ഒറ്റ നിമിഷം കൊണ്ട് മുന്നോട്ട് കുതിച്ചതും മോഹൻ ഇടത് കൈയിൽ പിടിച്ച് പിന്നോക്കം വലിച്ചതും ഒന്നിച്ചായിരുന്നു. എല്ലാവരുടെയും ശ്രദ്ധ പെൺകുട്ടികളിൽ ആയതിനാൽ അതാരും കണ്ടില്ല.
എന്ത് വിഡിത്തമാണിടേ കാട്ടുവാൻ തുനിഞ്ഞത്? മോഹൻ പല്ലു ഞെരിച്ചു. ഇവിടെ വെച്ച് സ്മാർട്ടാകാൻ ശ്രമിച്ചാൽ ഞാനും നീയുമൊന്നും പിന്നീട് കാണില്ല. പതിഞ്ഞ സ്വരമെങ്കിലും ആ സ്വരത്തിന് കാഠിന്യമുണ്ടായിരുന്നു. മോഹൻ, ആ കുട്ടികൾ, അവരെ തേടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിന് അപകടത്തിൻ്റെ വയലേക്ക് എടുത്തു ചാടണോ? അശ്വതി മറുപടി നൽകിയില്ല. അവരെ കടന്ന ജീപ്പ് കുറെ മുന്നിലെത്തിക്കഴിഞ്ഞു. അപ്പോൾ മോഹൻ കൈ ചൂണ്ടി. നോക്ക്. ആ കാഴ്ച അശ്വതിക്ക് അവിശ്വസനീയമായിരുന്നു. റോഡിൻ്റെ ഓരത്ത് ഒരു പോലീസ് ജീപ്പ്. ഇൻസ്പെക്ടർ ചക്രപാണി ഭട്ടും പോലീസുകാരുമൊക്കെ പുറത്തിറങ്ങി നിന്ന് പെൺകുട്ടികളുടെ സൗന്ദര്യം ആസ്വദിക്കുന്നു. ഇനി നിനക്ക് ഞാനൊന്നും പറഞ്ഞു തരേണ്ടല്ലോ. അശ്വതി തലയനക്കി. ആരും ശ്രദ്ധിക്കുന്നതിന് മുമ്പ് തന്നെ അവർ അവിടെ നിന്നും പിൻവാങ്ങി. 1/2 കിലോമീറ്ററോളം അകലെയായിരുന്നു അവരുടെ കാർ കിടന്നിരുന്നത്. അശ്വതിയും മോഹനും അവിടെ എത്തി. അശ്വതി മുൻ സീറ്റിൽ കയറി. മോഹനും കയറുവാൻ ഭാവിക്കുകയായിരുന്നു. പെട്ടെന്നാണ് തോളിൽ ഒരു കൈ അമർന്നത്. പഞ്ചാബി ദോസ്ത്, വേഷം അസലായിട്ടുണ്ട്. മോഹൻ നടുങ്ങിത്തിരിഞ്ഞു. അയാളുടെ മുഖം കടലാസ് പോലെ വിളറി വെളുത്തു. പീറ്റർ മസ്ക്രാൻ. അനങ്ങിപ്പോയാൽ നിന്നെ ഞാൻ ചുട്ടുകളയും. ചെറിയ ഒരു പിസ്റ്റൾ അയാൾ മോഹൻ്റെ നട്ടലിന് മുകളിൽ അമർത്തി. താൻ ഒന്ന് അനങ്ങിയാൽ നട്ടലിൽ ഒരു ബുള്ളറ്റ് തുളഞ്ഞിറങ്ങുമെന്ന് മോഹന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾക്ക് ആയുധമെടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഞൊടിയിടയിൽ അശ്വതി റിവോൾവർ കടന്നെടുത്ത് കഴിഞ്ഞിരുന്നു. പക്ഷേ പീറ്റർ മസ്ക്രാൻ ഉടനെ വിലക്കി. അശ്വതി റിവോൾവർ താഴ്ത്തി. അതിങ്ങ് പുറത്തേക്കിടൂ. അവൾ അനുസരിച്ചു. നീയും പുറത്തിറങ്ങ്. അശ്വതി ഇറങ്ങി. മസ്ക്രാൻ്റെ കൂടെ മറ്റാരും ഇല്ലെന്ന് അശ്വതിയും മോഹനും ആശ്വാസപൂർവ്വം മനസ്സിലാക്കി. ബെർണദേസ് സാൽ സിറ അറിയിൽ ബിഗ് ഷോ കാണാനെത്തിയവർക്കിടയിൽ പീറ്റർ മസ്ക്രാനും ഉണ്ടായിരുന്നു. മോഹനും അശ്വതിയും അവിടെ എത്താതിരിക്കില്ലെന്ന് അയാൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. ഗോവൻ അധോലോകത്തിൽ പരസ്പര ബന്ധങ്ങൾ അധികമില്ല. കൂടുതൽ മിടുക്കന്മാർക്ക് ഉയർന്ന സ്ഥാനങ്ങളും സമ്മാനങ്ങളും ലഭിക്കുന്നു. അങ്ങനെയാണ് ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് പീറ്റർ മസ്ക്രാൻ അലിമാവോയുടെ അധോലോകത്തിൻ്റെ സുപ്രധാനമായ ഒരു ഭാഗമായി തീർന്നത്. റെയിൽവേ സ്റ്റേഷനിലെ പോർട്ടറായിരുന്ന പോപ്സൺ അലിമാവോ രാഷ്ട്രീയം കളിച്ച് മന്ത്രിപദവിയിൽ വരെ എത്തിയതും ഗോവയുടെ എല്ലാ ഭാഗങ്ങളിലും വേരുറപ്പിക്കാൻ കഴിഞ്ഞതും ഇതേ കഴിവുകൊണ്ട് മാത്രമാണ്. എന്തെങ്കിലും ഒരു പഴുതി കിട്ടിയാലുടനെ മസ്ക്രാനെ കീഴ്പ്പെടുത്താം എന്ന ചിന്തയിലാണ് അശ്വതിയും മോഹനും. റോഡിലൂടെ പല വാഹനങ്ങളും വന്നു. പക്ഷേ ആരും ഇത്തരം ഒരു സീൻ കണ്ടതായി ഭാവിച്ചില്ല. കൊലപാതകങ്ങളും കൊള്ളയുമൊന്നും ഗോവയിൽ പുത്തരിയല്ലോ. നിങ്ങൾ ഇരുവരും കയ്യിലുള്ള ആയുധങ്ങളെടുത്ത് തറയിൽ വയ്ക്കൂ. ഇത് തന്നെ അവസരം എന്ന ഭാവത്തിൽ അശ്വതിയും മോഹനും മുഖാമുഖം നോക്കി. മോഹൻ കീശയിൽ നിന്നും റിവോൾവർ എടുത്തു. തറയിൽ വയ്ക്കാൻ കുനിഞ്ഞതും പൊടുന്നനെ വെട്ടിത്തിരിഞ്ഞ് വലത് കൈകൊണ്ട് മസ്ക്രാൻ്റെ റിവോൾവറിൽ ആഞ്ഞു തട്ടി. ആക്രമണം അമ്പരപ്പിക്കുന്നതായിരുന്നു. മുകളിലേക്ക് തെറിച്ച റിവോൾവർ മോഹൻ ചാടിപ്പിടിച്ചതും മസ്ക്രാൻ്റെ നെഞ്ചിൽ ഊക്കോടെ തൊഴിച്ചതും ഒറ്റ സെക്കൻഡ് കൊണ്ട് കഴിഞ്ഞു. കിട്ടിയ അവസരം കൊണ്ട് അശ്വതിയും കുതിച്ചു ചാടി. പീറ്റർ മസ്ക്രാന് ഒന്ന് ചലിക്കാൻ പോലും കഴിഞ്ഞില്ല. മോഹൻ മസ്ക്രാൻ്റെ മുഖമടച്ച് ആഞ്ഞടിച്ചു. അയാളുടെ വായിലൂടെ ചോര കിനിഞ്ഞു. റോഡിൽ മലർന്ന് കിടക്കുകയാണ് മസ്ക്രാൻ. അയാളുടെ നെഞ്ചിൽ കുത്തിയിരിക്കുന്ന മോഹൻ. കാൽനട യാത്രക്കാർ ഭയപ്പോടെ ഓടിപ്പോയി. മസ്ക്രാനെ അവർക്കൊക്കെ അറിയാം. അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് നോക്കി നിന്നാൽ നാളെ കഴുത്തിന്മേൽ തലയുണ്ടാവില്ല. മോഹൻ റിവോൾവറിൻ്റെ ബാരൽ അയാളുടെ വായിൽ കുത്തിയിറക്കി. അശ്വതിയോടും മോഹനോടും കളിച്ചിട്ടുള്ളവരൊക്കെ അതിൻ്റെ ഫലവും അറിഞ്ഞിട്ടുണ്ടടാ നായിൻ്റെ മോനെ. നിന്റെ അന്ത്യവും ഞങ്ങളുടെ കൈക്കൊണ്ട് തന്നെ. മോഹൻ ഗർജിച്ചു. ഗോവൻ അധോലോകത്തിൻ്റെ തായ്വേരുകളക്കാതെ ഞങ്ങളിവിടെ നിന്നും പോവില്ലടാ. മലയാളം മനസ്സിലായില്ലെങ്കിലും പീറ്റർ മസ്ക്രാൻ വിറച്ചുപോയി. അയാളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു അനുഭവം. ഒന്നും നിലവിളിക്കാൻ കൂടി കഴിയാത്ത അവസ്ഥ. ഒരു ആരവം കേട്ടു. മോഹൻ! അശ്വതിയുടെ അമ്പരപ്പോടുകൂടിയുള്ള വിളി. ഓടിവരുന്ന തെരുവ് സന്തതികൾ. ബെർണദേസ് സാൽ സിറ്റിയിലെ മുഴുവൻ പുരുഷന്മാരും ഉണ്ടെന്ന് തോന്നി. അവരുടെ കൈകളിൽ ഉയർത്തിപ്പിടിച്ച ആയുധങ്ങൾ. പോപ്സൺ അലിമാവോയുടെ ആൾക്കാരെ ആര് ദ്രോഹിച്ചാലും അവർ നോക്കി നിൽക്കില്ല. ഇപ്പോൾ നിന്നെ ഞാൻ കൊല്ലുന്നില്ല. മസ്ക്രാൻ്റെ വായിൽ നിന്നും റിവോൾവർ വലിച്ചെടുത്ത് അശ്വതിയും മോഹനും കാറിൽ ചാടിക്കയറി. അലിമാവോയോട് പറഞ്ഞേക്ക് അധികം താമസിയാതെ തമ്മിൽ കാണാമെന്ന്. അന്ന് അയാളുടെ അന്ത്യമായിരിക്കുമെന്ന്. കാർ മുന്നോട്ടെടുക്കുന്നതിനിടയിൽ അശ്വതി വിളിച്ചു പറഞ്ഞു. ഒരസ്ത്രം പോലെ കാർ പാഞ്ഞുപോയി. ആൾക്കാർ ഓടിയെത്തുമ്പോഴേക്കും അത് മറഞ്ഞു കഴിഞ്ഞിരുന്നു. വളരെ ബുദ്ധിമുട്ടിയാണ് പീറ്റർ മസ്ക്രാൻ എണീറ്റത്. പാഞ്ഞു വന്ന ഒരു മാരുതി വാൻ അവിടെ വല്ലാത്ത ശബ്ദത്തോടെ ബ്രേക്ക് ചെയ്തു. അതിൻ്റെ പിന്നിലെ ഡോർ നിരങ്ങി മാറി. മസ്ക്രാൻ അവിടെ കടന്നിരുന്നതോ വന്ന വേഗതയിൽ തന്നെ അത് മുന്നോട്ട് പോയി. അശ്വതിയും മോഹനും പോയതിന് പിന്നാലെ. മണിശങ്കറിൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഗോവൻ പോലീസിൻ്റെ ജീപ്പ് വന്നു നിന്നു. SI ചക്രപാണി ഭട്ടും 3 കോൺസ്റ്റബിൾമാരും ഇറങ്ങി. അപ്പോൾ നേരം സന്ധ്യ കഴിഞ്ഞു. വീടിന് പുറത്ത് ലൈറ്റുകൾ തെളിഞ്ഞു നിൽപ്പുണ്ട്. കെയിൻ കൊണ്ട് അയാൾ കോളിംഗ് ബെല്ലിൽ സ്വിച്ച് അമർത്തി. അകത്ത് മണി മുഴങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ വാതിൽ തുറക്കപ്പെട്ടു. മണിശങ്കർ തന്നെയായിരുന്നു മുന്നിൽ. എന്നാൽ ചക്രപാണി ഭട്ടിനെ കണ്ടപ്പോൾ അയാളുടെ മുഖം വിളറി. സാബ്! ഭട്ട് വല്ലാത്ത ഭാവത്തിലൊന്ന് ചിരിച്ചു. ഞങ്ങൾക്ക് നിന്നോട് കുറേ സംസാരിക്കാനുണ്ട്. വരൂ. അനുസരിക്കുന്നതാണ് ബുദ്ധിയെന്ന് മണിശങ്കറിന് തോന്നി. ചക്രപാണി ഭട്ട് പിന്തിരിഞ്ഞ് ജീപ്പിന് നേരെ നടന്നു.
യാതൊന്നും പറയാതെ അയാൾ ചെന്ന് ജീപ്പിൽ കയറി. അത് പാഞ്ഞുപോയി. ലോക്കപ്പ്. വാച്ച് അഴിച്ചു വെച്ചിട്ട് ഇൻസ്പെക്ടർ സെല്ലിനുള്ളിലേക്ക് വന്നപ്പോൾ ഒരു മൂലയിൽ ചടഞ്ഞുകൂടിയിരിക്കുകയായിരുന്നു മണിശങ്കർ. എണീറ്റു. 1 മണിക്കൂറോളമായിരുന്നു അയാളുടെ ലോക്കപ്പ് ചെയ്തിട്ട്. എന്താണ് കാര്യമെന്ന് തിരക്കിയിട്ട് ഇൻസ്പെക്ടറും പോലീസുകാരും ഒന്നും മറുപടി പറഞ്ഞതുമില്ല. ചക്രപാണി ഭട്ടിൻ്റെ കണ്ണുകളിൽ ഒരു കാട്ടുമൃഗത്തിൻ്റെ ക്രൂരതയുണ്ടെന്ന് മണിശങ്കറിന് തോന്നി. അത്തവണയും അയാളൊന്നും മിണ്ടിയില്ല. പകരം പടക്കം പൊട്ടുന്നതുപോലെ മണിശങ്കറുടെ കവിളുകളിൽ അടി വീണു. 2 കൈകൊണ്ട് ഒന്നിച്ച് അടിക്കുകയായിരുന്നു. ചെവിക്കുള്ളിൽ ഇടിവെട്ടിയതുപോലെയാണ് അയാൾക്ക് തോന്നിയത്. അലറിക്കരഞ്ഞുകൊണ്ട് മണിശങ്കർ ചക്രപാണി ഭട്ടിനെ തൊഴുതു. സാർ, എന്നെ തല്ലരുത്. ഭട്ട് അത് ശ്രദ്ധിച്ചതേയില്ല. അയാളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് ഒന്ന് വട്ടം കറങ്ങിയിട്ട് കഴുത്ത് കക്ഷത്തിനുള്ളിൽ അമർത്തി. മണിശങ്കർ പിടഞ്ഞു. പിടിവിടാതെ തന്നെ വലത് കൈ മുട്ടുകൊണ്ട് ആഞ്ഞടിച്ചു. മണിശങ്കറുടെ നിലവിളി സെല്ലിൻ്റെ ഭിത്തികളിൽ പ്രതിധ്വനിച്ചു. അച്യുതയും മോഹനും എവിടെയാണ്? ഇൻസ്പെക്ടർ കാര്യം തിരക്കി. ഇപ്പോഴാണ് മണിശങ്കറിന് കാര്യം പിടികിട്ടിയത്. എനിക്കറിയില്ല. നിനക്കറിയാം. നിന്നെക്കൊണ്ട് പറയിക്കാമോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ സത്യമാണ് സാർ പറയുന്നത്. ആരാണെന്ന് പോലും എനിക്കറിയില്ല. വളരെ ബാസ്റ്റേഡ്. ഇൻസ്പെക്ടർ സെല്ലിനുള്ളിട്ട് മണിശങ്കറെ അടിച്ച് പദം വരുത്തി. നിനക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ പറയടാ, അവർ എവിടെയാണ്? മരിക്കേണ്ടി വന്നാലും അശ്വതിയോടും മോഹനോടും ഒറ്റിക്കൊടുക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് മണിശങ്കർ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അടിയേറ്റ് അയാൾ ഒരു അപസ്മാര രോഗിയെപ്പോലെ നിന്ന് വിറച്ചു. അതൊന്ന് കണ്ടാൽ അലിയുന്നവനായിരുന്നില്ല ഇൻസ്പെക്ടർ ചക്രപാണി ഭട്ട്. പോപ്സൺ അലിമാവോയുടെ വിശ്വസ്തനാണ് അയാൾ. അതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ 2.5 വർഷക്കാലമായി അയാൾ ഈ സ്റ്റേഷനിൽ തന്നെ കഴിയുന്നത്. സെല്ലിന് പുറത്ത് പോലീസുകാർ മണിശങ്കർ തല്ലുകൊള്ളുന്നത് കണ്ട് രസിക്കുകയാണ്. ഇൻസ്പെക്ടർ ഒന്ന് പിൻവാങ്ങിയിട്ട് വേണം അവർക്കും കൂടി കൈയുടെ തരിപ്പ് തീർക്കുവാൻ. അലിമാവായുടെ ശത്രുക്കളെ തങ്ങൾ മർദ്ദിക്കുകയെന്ന് വെച്ചാൽ യജമാനഭക്തി പ്രകടിപ്പിക്കലാണെന്ന് വിശ്വസിക്കുന്ന പോലീസുകാർ. മണിശങ്കറുടെ മൂക്കിലൂടെയും വായിലൂടെയും ചോരയൊഴുകി. ഈ സമയത്ത് അസാധാരണ വേഗതയിൽ വന്ന ഒരു വാഹനം സ്റ്റേഷൻ മുറ്റത്ത് ബ്രേക്ക് ചെയ്തു. മണൽത്തരികൾ പൊടിയുന്ന ശബ്ദം, ഒപ്പം പാറാവ് നിന്ന പോലീസുകാരൻ്റെ നിലവിളിയും അകത്തു നിന്നവർ കേട്ടു. എന്താണ് സംഭവിച്ചതെന്ന് അകത്തെ മുറിയിൽ നിന്നവർക്ക് വ്യക്തമായില്ല. പാറാവുകാരൻ്റെ നിലവിളി നേർത്തു വന്നു. അവർ പുറത്തേക്ക് ഓടി വന്നപ്പോൾ ആദ്യം വാതിൽ കടന്ന മനുഷ്യൻ്റെ നെഞ്ചിൽ ശക്തമായ ചവിട്ടേറ്റ് പിന്നാലെ വന്ന കോൺസ്റ്റബിൾസിൻ്റെ ഇടയിലേക്ക് മറിഞ്ഞു. ആ ക്ഷണം 2 പേർ അകത്തേക്ക് കുതിച്ചു ചാടി. അശ്വതിയും മോഹനും. വല്ലാത്തൊരു രംഗമാണ് തുടർന്ന് അവിടെയുണ്ടായത്. ഇടിവീരന്മാരായ പോലീസുകാരെ അവർ ശരിക്കും പെരുമാറി. സെല്ലിനുള്ളിൽ നിന്നും ചക്രപാണി ഭട്ട് പുറത്തേക്ക് പാഞ്ഞെത്തി. മിസ്റ്റർ ചക്രപാണി, അലർന്ന സ്വരത്തിൽ അശ്വതി വിളിച്ചു. ചങ്ങലക്കിട്ടതുപോലെ ചക്രപാണി നിന്നു. അശ്വതിയെ തുറച്ചു നോക്കി. തൻ്റെ ഹൃദയത്തിന് നേരെ ചൂണ്ടപ്പെട്ടിരിക്കുന്ന റിവോൾവർ കണ്ടപ്പോൾ അയാൾ വിറച്ചുപോയി. അവൾ അടിവെച്ചടിവെച്ച് മുന്നോട്ടെടുത്തു. ചക്രപാണി ഭട്ട് അറിയാതെ കൈകൾ ഉയർത്തി. അവൾ അയാളുടെ തൊട്ടുമുന്നിൽ നിന്നിട്ട് റിവോൾവറിൻ്റെ ബാരൽ താടിയിൽ മുട്ടിച്ചു. ചക്രപാണി. ഞാൻ അശ്വതി. പിന്നെ മോഹൻ്റെ നേരെ തലയിളക്കി കാണിച്ചു. ഇത് മോഹൻ. ചക്രപാണി മിണ്ടിയില്ല. അവൾ തുടർന്നു. എന്താണ് ഞങ്ങളെക്കൊണ്ട് നിങ്ങൾക്ക് ആവശ്യം? അതിനും അയാളിൽ നിന്ന് മറുപടി ഉണ്ടായില്ല. ഞങ്ങൾക്ക് മണിശങ്കറെ വേണം. മോഹൻ സെല്ലിനുള്ളിലേക്ക് കയറി. മൃതപ്രായനായി കിടക്കുകയായിരുന്നു. മണിശങ്കറെ എടുത്ത് തോളിൽ കിടത്തിക്കൊണ്ട് പുറത്തു വന്നു. പോലീസുകാരും ഒന്നും ചെയ്യാനാവാതെ നിൽക്കുകയാണ്. തങ്ങൾ എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചാൽ അവൾ ഇൻസ്പെക്ടറെ കൊല്ലുമെന്ന് അവർ ഭയന്നു. ഇനി ഞങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ പിന്നീട് നിങ്ങൾ ഉണ്ടാവില്ല. അയാളുടെ ബെൽറ്റിലെ ഉറയിൽ കിടന്നിരുന്ന റിവോൾവർ അവൾ എടുത്തു. അതിൽ നിന്നും ബുള്ളറ്റുകൾ നീക്കം ചെയ്തിട്ട് തലസ്ഥാനത്ത് തന്നെ നിക്ഷേപിച്ചു. അനന്തരം മണിശങ്കറുമായി പുറത്തേക്ക് നടന്നു. പോലീസുകാർ മരം പോലെ നിന്നു. അശ്വതിയെയും മോഹനെയും കുറിച്ച് അവർ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ കടന്ന് ഇത്ര ധൈര്യപൂർവ്വം പ്രശ്നമുണ്ടാക്കുക സർവീസിനിടയിൽ ആദ്യത്തെ അനുഭവം. ഇരുട്ടിൽ ഒരു ഗുഹാമാർഗം സൃഷ്ടിച്ചുകൊണ്ട് ജീപ്പ് പാഞ്ഞുപോയി. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സമനില വീണ്ടെടുക്കുവാൻ മിനിറ്റുകളോളം വേണ്ടി വന്നു. പരാജയത്തിൻ്റെ കയ്പ് മനസ്സിൽ അനുഭവപ്പെട്ടതോടെ ഇൻസ്പെക്ടർ ചക്രപാണി ഭട്ട് പല്ല് ഞെരിച്ചുകൊണ്ട് മുന്നോട്ട് കുതിച്ചു. പിന്നാലെ പോലീസുകാരും. സ്റ്റേഷൻ മുറ്റത്തു നിന്നും 2 ജീപ്പുകൾ സ്റ്റാർട്ട് ചെയ്യപ്പെട്ടു. അശ്വതിയും മോഹനും പോയ മാർഗത്തിലൂടെ തന്നെ അത് നീങ്ങി. 3 ദിവസങ്ങൾക്ക് ശേഷം ചക്രപാണി ഭട്ട് പനജിയിലും വെർണദേസ് സാൽസിറ്റിയിലുമൊക്കെ അശ്വതിയെയും മോഹനെയും തിരഞ്ഞു നടന്നു. പക്ഷേ യാതൊരു തുമ്പും ലഭിച്ചില്ല. ഈ സമയത്തൊക്കെ മണിശങ്കറെ ശുശ്രൂഷിക്കുന്നതിൽ വ്യാപൃതനായിരുന്നു അശ്വതിയും മോഹനും. ഇപ്പോൾ മണിശങ്കർക്ക് നടക്കാൻ കഴിയും. എങ്കിലും ശരീരവേദന തീർത്തും മാറിയിട്ടില്ല. നിങ്ങൾ അധികം വൈകിയാൽ ആ കുട്ടികളെ അലിമാവോ വിറ്റുകളയും, അയാൾ ഓർമ്മിപ്പിച്ചു. ഇല്ല, അതിന് ഒരിക്കലും ഞങ്ങൾ അനുവദിക്കുകയില്ല, അശ്വതി തീർത്തു പറഞ്ഞു. അലിമാവോ തന്ത്രശാലിയാണ്. നിങ്ങളെ അയാൾ ഭയപ്പെടുന്നുണ്ടെന്നുള്ളത് സത്യം തന്നെ. അതുകൊണ്ട് ഇനിയുള്ള അയാളുടെ നീക്കം ഏത് രൂപത്തിലാണെന്ന് പറയുക വയ്യ. ഞാൻ ചില തീരുമാനങ്ങളിൽ എത്തിയിട്ടുണ്ട്. രാത്രിയിൽ വാടകയ്ക്ക് കിട്ടുന്ന ബോട്ടുകളുണ്ടോ? മോഹൻ ഒരു സിഗരറ്റിന് തീ കൊടുത്തു. ഞാൻ ഒരാളുടെ വിലാസം തരാം. വാടകയ്ക്ക് കൊടുക്കുന്ന 10 ബോട്ടുകൾ അയാൾക്കുണ്ട്. തീർച്ചയായും അയാൾ നിങ്ങളെ സഹായിക്കും. വിശ്വസിക്കാവുന്ന പാർട്ടിയാണോ? അതെ.
അതനുസരിച്ച് അന്ന് തന്നെ മോഹൻ പോയി അയാളെ കണ്ടു. ഒരു വൃദ്ധൻ്റെ വേഷത്തിലാണ് മോഹൻ ചെന്നത്. മനുഷ്യങ്ങളുടെ പേര് പറഞ്ഞാണ് ബോട്ടുടമയെ പരിചയപ്പെട്ടത്. ഇരട്ടി വാടക കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ബോട്ട് കൊടുക്കാമെന്നേറ്റു. എന്തോ കള്ളക്കടത്തിനായിരിക്കുമെന്ന് മാത്രമേ ബോട്ടുടമ കരുതിയുള്ളൂ. രാത്രി. പക്ഷേ പോപ്സൺ അലിമവായുടെ ബംഗ്ലാവിന് ചുറ്റും പകൽ പോലെ വെളിച്ചമുണ്ട്. 4 നില കെട്ടിടം, 50 മുറികളിൽ കുറയില്ല. ചുറ്റും 12 അടി ഉയരമുള്ള കനത്ത മതിൽക്കെട്ട്. അതിനു മുകളിൽ വൈദ്യുതി പാസ് ചെയ്യുന്ന മുള്ളുവേലികൾ. വിശാലമായ മുറ്റത്ത് നീന്തൽ കുളവും ടെന്നീസ് കോർട്ടും ഒക്കെയുണ്ട്. അലിമവായ്ക്ക് ഒരു മകനും മകളുമേയുള്ളൂ. മകൻ കള്ളക്കടത്തുകളുടെ കടിഞ്ഞാൻ പിടിക്കുമ്പോൾ മകൾക്ക് സംഗീതത്തിൽ മാത്രമാണ് താല്പര്യം. ഒരു സാധു പെൺകുട്ടി. രാത്രിയായി കഴിഞ്ഞാൽ ഡോബർമാൻ നായ്ക്കൾ ബംഗ്ലാവിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ഗേറ്റിൽ എപ്പോഴും കൂർക്ക കാവലുണ്ട്. ഒരു ഈച്ചയ്ക്ക് പോലും അലിമവായുടെ വീട്ടിൽ പിടികൊടുക്കാതെ കടന്നു ചെല്ലാനാവില്ല. 12:30. അധികം വേഗതയില്ലാതെ വന്ന ബോട്ട് അലിമവായുടെ മതിലിനോട് ചേർന്ന് കായലിൽ നിന്നു. അശ്വതിയും മോഹനുമായിരുന്നു അതിൽ. മതിൽ കടന്ന് അപ്പുറത്തെത്തുക പ്രയാസമാണ്. മോഹൻ തൻ്റെ സഞ്ചിയിൽ നിന്നും തുടലെടുത്തു. ബോട്ടിൽ ബാലൻസ് പിടിച്ചു നിന്നിട്ട് അത് കറക്കിയെറിഞ്ഞു. വല്ലാത്തൊരു മിന്നൽ. തീപ്പൊരികൾ ചിതറി. ഒപ്പം അവിടമാകെ ഇരുട്ട് വ്യാപിക്കുകയും ചെയ്തു. ഈ നേരത്തിനുള്ളിൽ അശ്വതി നൈലോൺ ചരട് ബന്ധിച്ച ഇരുമ്പ് കൊളുത്ത് മുള്ളുവേലിയിൽ എറിഞ്ഞു ഉറപ്പിച്ചിരുന്നു. ഓക്കെ അശ്വതി. മോഹൻ തൻ്റെ സഞ്ചി തോളിൽ ബന്ധിച്ച ശേഷം വേഗത്തിൽ ചരടിൽ പിടിച്ച് ഭിത്തിയിൽ ചവിട്ടി മുകളിലേക്ക് കയറി. അല്പം വൈകിപ്പോയാൽ വൈദ്യുതി പാസ് ചെയ്യുമെന്ന് അയാൾക്കറിയാം. അതിനു മുമ്പ് അപ്പുറം കടക്കണം. മോഹൻ അപ്പുറം കടക്കും മുമ്പ് നേരത്തെ എറിഞ്ഞു പിടിപ്പിച്ച തുടൽ തൻ്റെ സഞ്ചിക്കുള്ളിലാക്കി. പിന്നെ അപ്പുറത്തേക്കിറങ്ങി. ആ നിമിഷം വീണ്ടും വൈദ്യുതി വരികയും ചെയ്തു. നടുക്കത്തോടെ മോഹൻ ചുറ്റും നോക്കി. എന്തൊക്കെയോ ചെടികൾ വളർന്നു നിൽക്കുന്ന ഭാഗമായിരുന്നു അത്. അവിടെ നിന്നും അലിമവായുടെ ബംഗ്ലാവിലേക്ക് 50 മീറ്ററോളം ദൂരം വരും. മരണത്തിൻ്റെ വായിലാണ് താൻ എന്ന ചിന്ത മോഹന് ഉണ്ടായിരുന്നു. ഏറെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. റിവോൾവർ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് മോഹൻ മെല്ലെ മുന്നോട്ട് നീങ്ങിയത്. പൊടുന്നനെ എന്തൊക്കെയോ പാഞ്ഞു വരുന്ന ശബ്ദം. മോഹൻ തല തിരിച്ചു. ഓരോ ചെറിയ പശുക്കളോളം വരുന്ന നായ്ക്കൾ. കുരിച്ചുകൊണ്ട് ആദ്യത്തേത് അയാൾക്ക് നേരെ കുതിച്ച് ചാടിയതും ട്രിഗർ അമർത്തിയതും ഒരുമിച്ചായിരുന്നു. സൈലൻസർ ഘടിപ്പിച്ച റിവോൾവർ ആയിരുന്നത് ഭാഗ്യം. തലയോട് തകർന്ന നായ് തറയിൽ കിടന്ന് പിടഞ്ഞു. ആ ക്ഷണം രണ്ടാമത്തേതിൻ്റെ ആക്രമണം ഉണ്ടായി. മോഹൻ്റെ കയ്യിൽ നിന്നും റിവോൾവർ തെറിച്ചുപോയി. ഒപ്പം അയാളും തറയിൽ വീണു. കാട്ടുപോത്തിൻ്റെ ശക്തിയായിരുന്നു നായ്ക്കൾക്ക്. തൻ്റെ ശരീരത്തിൽ പല ഭാഗങ്ങളും അവ കടിച്ചു മുറിച്ചത് അയാൾ അറിഞ്ഞു. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. നായ്ക്കളുടെ കുരയും ബഹളവും കേട്ടപ്പോൾ രാത്രി ഡ്യൂട്ടിയിലായിരുന്ന വാച്ചർമാർ ഓടിയെത്തി. അവരുടെ കൈവശം തോക്കുകളും ടോർച്ചുകളും ഒക്കെ ഉണ്ടായിരുന്നു. നായ്ക്കൾക്കിടയിൽ കിടന്ന് പിടയുന്ന മനുഷ്യനെ അമ്പരപ്പോടെയാണ് അവർ കണ്ടത്. അവർ എന്തോ ശബ്ദം പുറപ്പെടുവിച്ചതും നായ്ക്കൾ പിന്നോട്ട് മാറി. അനുസരണയുള്ള കുട്ടികളെപ്പോലെ ശ്രദ്ധിച്ചു നിന്നു. മോഹൻ ഒരു വിധാന എണീറ്റപ്പോൾ കണ്ടത് തൻ്റെ നേരെ ചൂണ്ടപ്പെട്ടിരിക്കുന്ന തോക്കിൻ കുഴലുകളാണ്. അവർ തിരക്കി. ആരാ? മറുപടി പറയാതെ അയാൾ അവരെ തുറച്ചു നോക്കി. അവർക്കും അത്ഭുതമായിരുന്നു. ഇത്രയും സജ്ജീകരണങ്ങളുള്ള അലിമവായുടെ താവളത്തിൽ അന്യനായ ഒരാൾ കടന്നു വരിക. ചോദിച്ചു കേട്ടില്ലേ, നിങ്ങൾ ആരാണ്? അവർ ആവർത്തിച്ചു. മോഹൻ, അയാൾ സാവധാനം പറഞ്ഞു. മുന്നിൽ നിൽക്കുന്നവരിൽ ഒരു നടുക്കമുണ്ടായത് അയാൾ അറിഞ്ഞു. ആ പേര് കേട്ടതോടെ അവർ കുറെ കൂടി ജാഗരൂകരായി. ഒപ്പം ഒരാൾ കീശയിൽ നിന്നെടുത്ത വോക്കി ടോക്കിയിലൂടെ ആർക്കോ നിർദ്ദേശങ്ങൾ കൊടുത്തു. ചില നിമിഷങ്ങൾ മാത്രം. മറ്റു 2 പേർ കൂടി പാഞ്ഞു വന്നു. നടക്ക്. അയാൾ മുന്നിലാക്കി അവർ നടന്നു. നായ്ക്കളും തൊട്ടു പിന്നാലെയുണ്ട്. പോപ്സൺ അലിമവായുടെ ചന്ദനത്തിൽ തീർത്ത വാതിലിന് മുന്നിലാണ് ആ നടത്തം അവസാനിച്ചത്. അടഞ്ഞു കിടക്കുന്ന വാതിലിന് മുന്നിൽ നിന്നുകൊണ്ട് മോഹൻ തൻ്റെ ചുറ്റും നിൽക്കുന്നവരെ നോക്കി. പൂച്ച ഇരയെ ശ്രദ്ധിക്കുന്നത് പോലെ തന്നിൽ മാത്രം അവർ ശ്രദ്ധ അർപ്പിച്ചിരിക്കുകയാണെന്ന് അയാൾക്ക് വ്യക്തമായി. 7 നായ്ക്കളും ഒരു പ്രത്യേക അകലത്തിൽ കുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ തനിക്ക് ഒന്നും ചെയ്യാനുള്ള കരുത്തില്ലെന്ന മോഹന് അറിയാം. ഒരു ആശ്വാസം മാത്രമേ അയാൾക്കുണ്ടായിരുന്നുള്ളൂ. ഇവിടെ നടന്ന സംഭവങ്ങൾ മുഴുവൻ തൻ്റെ വാച്ചിൽ അടങ്ങിയിട്ടുള്ള ശക്തമായ റേഡിയോ ട്രാൻസ്മിറ്ററിലൂടെ അശ്വതി കേൾക്കുന്നുണ്ടായിരിക്കും. തന്നെ രക്ഷിക്കുവാൻ അവൾ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്താതിരിക്കില്ല. മുന്നിൽ വാതിലിൻ്റെ ഹാൻഡിൽ തിരിയുന്ന ശബ്ദം. വാതിൽ തുറക്കപ്പെട്ടു. അകത്തും പ്രഭാപൂരം. വാതിൽക്കൽ 6 അടിയോളം ഉയരമുള്ള മെല്ലിച്ച ഒരാൾ. എന്നാൽ അയാൾ തികഞ്ഞ ഒരു അഭ്യാസിയാണെന്ന് വ്യക്തമായിരുന്നു. നടക്ക്. തോക്കിൻ്റെ ബാരൽ കൊണ്ട് അവർ പുറത്തു തള്ളി. മോഹൻ അകത്തേക്ക് കയറി. ഉടനെ നായ്ക്കൾ അവിടെ നിന്നും പിൻവാങ്ങി. പഴയതുപോലെ കെട്ടിടത്തിന് ചുറ്റും ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നിൽ വാതിൽ അടഞ്ഞപ്പോൾ മോഹനിൽ ചെറിയൊരു നടുക്കമുണ്ടായി. വളരെ വിശാലമായ ഒരു മുറിയായിരുന്നു അത്. മച്ചിൽ തൂങ്ങിക്കിടക്കുന്ന ശരറാന്തലുകൾ എത്രയുണ്ടെന്ന് തിട്ടപ്പെടുത്തുക പോലും പ്രയാസം. മോഹൻ എല്ലാം നോക്കിക്കണ്ടു. നായ്ക്കൾ കടിച്ചു മുറിച്ച ഭാഗത്തുകൂടി അപ്പോഴും രക്തം വീഴുന്നുണ്ടായിരുന്നു. കോണിപ്പടികൾക്ക് മുകളിൽ ചലനം. മറ്റുള്ളവർ ആദരവോടെ തല കുനിക്കുന്നു. മോഹൻ അവിടേക്ക് നോക്കി. ഒരു ചെറുപ്പക്കാരൻ. ഒറ്റ നോട്ടത്തിൽ ആളെ മനസ്സിലായി. പോപ്സൺ അലിമവായുടെ മകൻ ജോൺസൺ അലിമാവോ. നൈറ്റ് ഡ്രസ്സാണ് വേഷം. ഉറച്ച പാദങ്ങളുടെ അയാൾ മോഹൻ്റെ അടുത്തെത്തി. ആ മുഖത്ത് വിവിധ ഭാവങ്ങൾ മിന്നിമറഞ്ഞു. മോഹൻ. അയാൾ പല്ലു ഞെരിച്ചു. ഗറില്ല ഗ്രൂപ്പിൻ്റെ നേതാവ്. തെണ്ടിപ്പട്ടി. ഒറ്റയടി. കണ്ണിലൂടെ പൊന്നിച്ച പറക്കുന്നതായി മോഹന് തോന്നി. തലകറങ്ങി അയാൾ താഴെ വീണു. കൊണ്ടുപോ.
അയാളുടെ കൽപ്പന. 2 പേർ മോഹനെ താങ്ങി എണീൽപ്പിച്ച് പിന്നെ എവിടേക്കോ നടത്തിക്കൊണ്ടുപോയി. നേരം പുലരുന്നതിന് ഏതാനും മണിക്കൂറുകൾ മുമ്പാണ് അശ്വതി ബോട്ടുമായി തിരികെ പോയത്. മോഹന് സംഭവിച്ചത് മുഴുവൻ അവൾ അറിയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവൾക്കും ആ വലിയ മതിൽക്കെട്ടിനുള്ളിലെ സ്ഥിതി ഏതാണ്ട് വ്യക്തമായി. താൻ വൈകിയാൽ മോഹൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് അവൾക്കറിയാം. മണിശങ്കറുമായി അവൾ ഈ പ്രശ്നം ചർച്ച ചെയ്തു. നിങ്ങൾ കാണിച്ചത് മണ്ടത്തരമായി പോയെന്ന് എനിക്ക് പറയാൻ കഴിയൂ. അലിമാവയുടെ താവളത്തിൽ കടക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ശവക്കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ ഉറങ്ങിക്കിടന്ന് ആത്മഹത്യ ചെയ്യുന്നത് പോലെയാണ്. അതുകൂടി കേട്ടപ്പോൾ അശ്വതിക്ക് വിഷമമായി തുടങ്ങി. മോഹൻ കണ്ണുകൾ തുറന്നു. അപ്പോൾ മുറിയിൽ നേരിയ വെളിച്ചമുണ്ട്. അലിമാവയുടെ വീടിനടിയിലെ രഹസ്യ തറയിലാണ് താൻ എന്ന് അയാൾക്കറിയാം. പക്ഷേ അവിടെ എത്തിയിട്ട് എത്ര മണിക്കൂർ കഴിഞ്ഞ് ഇരിക്കുന്നുവെന്ന് നിശ്ചയമില്ല. അയാളുടെ വാച്ച് അവർ കൈവശപ്പെടുത്തിയിരുന്നു. മോഹൻ മെല്ലെ എഴുന്നേറ്റു. ശരീരം അനക്കുവാൻ വയ്യാത്ത വേദന. നായ്ക്കൾ കടിച്ചു മുറിച്ച ഭാഗങ്ങളിലൊക്കെ പറഞ്ഞു പോകുന്നത് പോലെ. അവിടെ നീരുവന്ന് വീർത്തിരിക്കുന്നു. മോഹൻ വേച്ചുപോയി. സിമൻറ്റ് ചെയ്ത തറയ്ക്ക് ഐസിൻ്റെ തണുപ്പായിരുന്നു. ഒരു പ്രത്യേക രീതിയിലുള്ള തടവറയായിരുന്നു അത്. 4 ഭാഗവും കരിങ്കൽ കെട്ടിയതും ഒരു വെന്റിലേഷൻ പോലും ഇല്ലാത്തതുമായ മുറി. അതിനുള്ളിലേക്ക് ഇറങ്ങുന്നത് മുകളിൽ നിന്നാണ്. ഒരു മൂലയ്ക്ക് വീതി കുറഞ്ഞ കൽപ്പടവുകളുണ്ട്. വാതിൽ മുകളിൽ നിന്ന് തന്നെ ബന്ധിക്കുകയും ചെയ്യാം. വെളിച്ചം കടന്നു വരുന്നത് മുകളിൽ നിന്നുള്ള ചില ദ്വാരങ്ങളിലൂടെയാണ്. ഒരു ബ്ലേഡ് പോലും തൻ്റെ കയ്യിലില്ലെന്ന് മോഹൻ ഓർത്തു. ദേഹപരിശോധന നടത്തിയാണ് അവർ ഇതിനുള്ളിൽ അടച്ചത്. വാതിൽ തുറക്കുന്ന ശബ്ദം. വെളിച്ചം അകത്തേക്ക് അടിച്ചു കയറി. ഒരു തോക്കിൻ കുഴലാണ് ആദ്യം കണ്ടത്. തൊട്ടു പിന്നാലെ ആജാനുബാഹുവായ ഒരാൾ. ഒരു മൊട്ടത്തലയൻ. കയറുവാടാ. അയാൾ തോക്കുകൊണ്ട് ആംഗ്യം കാണിച്ചു. മോഹൻ അയാളെ തുറച്ചു നോക്കി. അയാൾ വല്ലാത്ത ഭാവത്തിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വേഗം വരാൻ. ബോസിന് നിന്നെ കാണുവാൻ ധൃതിയായിരിക്കുന്നു. പോപ്സൺ അലിമാവോയെ താൻ കണ്ടിട്ടില്ലെന്ന് മോഹൻ ഓർത്തു. വേച്ച് പടികൾ കയറി. രഹസ്യ അറയിൽ നിന്നും പുറത്തു വന്ന് കുറേ നടന്നപ്പോൾ മുകളിലേക്കുള്ള പടവുകൾ വിസിറ്റിംഗ് റൂമിന് തൊട്ടടുത്തായിരുന്നു. വിസിറ്റിംഗ് റൂമിലെ തടിച്ച കസേരയിൽ മോഹനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു പോപ്സൺ അലിമാവോ. 6 അടി ഉയരമുള്ളവൻ, ഇരുനിറം, തടിച്ച് കുടവയറുള്ള ശരീരം, കഷണ്ടി ക്ലീൻ ഷേവ്, കാതിൽ 2 കടുക്കനുകൾ, സദാ മുറുക്കി ചുവപ്പിച്ച ചുണ്ടുകൾ, കഴുത്തിൽ കട്ടിയുള്ള ചെയിൻ, റാഡോ വാച്ച്, 8 വിരലുകളിലും മോതിരങ്ങൾ. മോഹനും അലിമാവോയും മുഖാമുഖം കണ്ടു. ആദ്യത്തെ ചില നിമിഷങ്ങൾ അവർ പരസ്പരം പഠിക്കുകയായിരുന്നു. മോഹൻ, നിന്നെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. ഇത്തരം ചുണക്കുട്ടികളെ എനിക്കിഷ്ടവുമാണ്. അലിമാവോയാണ് ആദ്യം സംസാരിച്ചത്. താങ്കളെയും ഒന്ന് കാണണമെന്ന് ഞാൻ വിചാരിക്കുവാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. മോഹനും വിട്ടുകൊടുത്തില്ല. അലിമാവോയുടെ നെറ്റി ചുളിഞ്ഞു. കേരളത്തിലും ബോംബെയിലും കളിച്ച കളികൾ ഇവിടെയും വിലപ്പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും. അലിമാവോ തലയിളക്കി. ഞാൻ അല്പം ക്രൂരനാണെന്ന് എല്ലാവരും പറയുന്നത്. അത് സത്യമാണല്ലോ. കൊള്ളാം, നീയും സമ്മതിച്ചോ? ഉവ്വ്. അപ്പോൾ എൻ്റെ ജോലി എളുപ്പമായി. ഞാൻ കൊല്ലുവാൻ പോവുകയാണ്. ശാന്തനായാണ് അലിമാവോ പറഞ്ഞത്. എങ്കിലും അത് സത്യമാണെന്ന് മോഹന് തോന്നി. വാക്കുപാലിക്കുന്ന കാര്യത്തിൽ അലിമാവോയ്ക്ക് പിഴയ്ക്കാറില്ല. ഒരാൾ കൂടി അവിടേക്ക് വന്നു. ജോൺസൺ അലിമാവോ. മോഹനെ നോക്കി അയാൾ വികൃത രൂപത്തിൽ ചിരിച്ചു. നിന്നെക്കുറിച്ച് കേട്ടു തുടങ്ങിയപ്പോഴേ ഞാൻ കൊതിച്ചത് എന്താണെന്നറിയാമോ? നിന്നെ കൊല്ലുന്നത് ഞാനായിരിക്കണമെന്ന്. ജോൺസൺ പറഞ്ഞു. മോഹൻ അയാളെ ഒന്ന് നോക്കി. നീ നോക്കി പേടിപ്പിക്കാതെടാ. ഇനി രക്ഷപ്പെടുന്ന കാര്യം ചിന്തിക്കുക പോലും വേണ്ടെന്ന് മോഹന് തോന്നി. ഇത്രമാത്രം സുരക്ഷാ സംവിധാനങ്ങളുള്ള അലിമാവോയുടെ താവളത്തിൽ എത്തിച്ചേരുവാൻ അശ്വതിക്ക് കഴിയില്ലെന്ന് മോഹന് തോന്നി. അലിമാവോയ്ക്ക് പെൺവാണിഭം ഉണ്ട്. അതിനായി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പെണ്ണിനെയും ഇതുവരെ ആരും രക്ഷപ്പെടുത്തിയിട്ടില്ല. ഇനിയും അതങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. പറഞ്ഞു നിർത്തിയിട്ട് പോപ്സൺ കൈഞ്ഞൊടിച്ചു. പൊടുന്നിനെ ഒരു ട്രേയിൽ മരുന്നും സിറിഞ്ചുമൊക്കെയായി ഒരു നഴ്സും ഒപ്പം പീറ്റർ മസ്ക്രാനും ഇറങ്ങി വന്നു. ഹലോ മോഹൻ. മസ്ക്രാൻ കൈ ഉയർത്തി. നിനക്ക് ഞങ്ങൾ വളരെ മധുരതരമായ ഒരു മരണം തരുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിമിനലല്ലേ നീ? ഞങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ച് നീ കുരച്ചു മരിക്കണം. മോഹൻ്റെ നെറ്റി ചുളിഞ്ഞു. നീ സംശയിക്കേണ്ടടാ. പേപ്പട്ടി വിഷം തന്നെയാണ് നിനക്ക് തരുവാൻ പോകുന്നത്. മോഹൻ ഞെട്ടിപ്പോയി. ആ ഭാവമാറ്റം കണ്ട് മറ്റുള്ളവർ ആർത്തിച്ചിരിച്ചു. ഒപ്പം 4 പേരും ചേർന്ന് അയാളെ പിടിച്ച് പിന്നിലേക്ക് ഉയർത്തി ഒരു സെറ്റിയിൽ ചേർത്ത് നിർത്തി. നേഴ്സ് മരുന്ന് സിറിഞ്ചിലേക്ക് എടുക്കുന്നതും തൻ്റെ നേരെ നടക്കുന്നതും കണ്ടപ്പോൾ മോഹൻ കുതറി. പക്ഷേ അവരുടെ പിടി കൂടുതൽ മുറുകിയതേയുള്ളൂ. നേഴ്സ് അടുത്തെത്തി. മോഹന് തലക്കറക്കമുണ്ടായി. ഈ മരുന്ന് തൻ്റെ ശരീരത്തിൽ കടന്നാൽ പിന്നീട് തന്നെ രക്ഷിക്കുവാൻ ആർക്കും കഴിഞ്ഞെന്ന് വരില്ല. മോഹനെ പിടിച്ചിരുന്നവർ അയാളെ ഒന്നുകൂടി തറയിലേക്ക് അമർത്തി. സ്റ്റെയർ കേസിൽ ഒരു ചലനം മോഹൻ കണ്ടു. അലിമാവോയുടെ മകൾ, ഒരു സുന്ദരി. അവൾ വല്ലാത്തൊരു ഭാവത്തിൽ അവിടെ നടക്കുന്ന സംഭവങ്ങൾ നോക്കിക്കണ്ടു. അപ്പുറത്ത് പോടി, ജോൺസൺ അലിമാവോ അവളോട് കൽപ്പിച്ചു. അവൾക്ക് തൻ്റെ ഡാഡിയുടെയും സഹോദരൻ്റെയും ഈ പോക്ക് ഇഷ്ടമായിരുന്നില്ല. നേഴ്സ് സിറിഞ്ച് മോഹൻ്റെ ശരീരത്തിൽ കുത്തിയിറക്കുവാൻ ഭാവിച്ചതും ഏവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് അയാൾ അവളുടെ നാഭിയിൽ തൊഴിച്ചതും ഒന്നിച്ചായിരുന്നു. അമ്മേ! നിലവിളിയോടെ പിന്നോട്ട് മറിഞ്ഞ നേഴ്സ് അബോധാവസ്ഥയിലായി. സിറിഞ്ചും ട്രേയും താഴെ വീണു.
തന്നെ പിടിച്ചുകൊണ്ട് നിന്നിരുന്നവർ ഒരു സെക്കൻഡ് മാത്രം നഴ്സിനെ ശ്രദ്ധിച്ചതും മോഹൻ അവരെ കുടഞ്ഞെറിഞ്ഞിട്ട് വിഷം നിറച്ച സിറിഞ്ച് ചാടിയെടുത്തു. പ്ലാസ്റ്റിക് സിറിഞ്ചായിരുന്നതിനാൽ അതിന് ഒന്നും സംഭവിച്ചിരുന്നില്ല. തോക്ക് കൈവശം വരുന്ന മനുഷ്യന് ട്രിഗർ അമർത്തുവാൻ നേരം കിട്ടുന്നതിന് മുമ്പ് മോഹൻ ജോൺസൺ അലിമാവോയെ അടിച്ച് താഴെയിട്ടു. പിന്നെ പൊടുന്നനെ അയാളുടെ നെഞ്ചിലേക്ക് ചാടി വീണിട്ട് സിറിഞ്ചിൻ്റെ അഗ്രം കഴുത്തിൽ മുട്ടിച്ചു. ആ രംഗം കണ്ട് മറ്റുള്ളവർ വിറച്ചുപോയി. പോപ്സൺ അലിമാവോയോട് നിലവിളിക്കാനായി തുറന്ന വായ് അതുപോലെ തന്നെയിരുന്നു. ഒരുത്തനും എൻ്റെ അനുവാദം കൂടാതെ ചലിച്ചു പോകരുത്. അങ്ങനെ വന്നാൽ ജോൺസന്റെ കഴുത്തിൽ ഞാൻ ഈ സിറിഞ്ച് കടത്തും. അതത്ര സുഖമുള്ള കാര്യമായിരിക്കില്ല, മോഹൻ ഉച്ചത്തിൽ അലറി. കനത്ത നിശബ്ദതയായിരുന്നു അവിടെ. സ്റ്റെയർ കേസിൽ നിന്നും നടന്നുപോയ അലിമാവയുടെ മകൾ ഹണി അലിമാവോ തിരിഞ്ഞു നോക്കി. അപ്പോഴത്തെ രംഗം അവൾക്ക് ശരിക്കും സുഖിച്ചു. അതിസുന്ദരനായ മോഹനോട് പ്രഥമ ദൃഷ്ടിയെ തന്നെ അവൾക്കൊരു പ്രത്യേകത തോന്നിയിരുന്നു. അയാളുടെ ധൈര്യവും സാഹസികതയും നേരിട്ട് കണ്ടപ്പോൾ ആരാധന തന്നെ തോന്നി. അയാളെക്കുറിച്ച് അവൾ നേരത്തെ കേട്ടിട്ടുണ്ട്. അധർമ്മത്തെ അധർമ്മം കൊണ്ട് നേരിടുന്ന അതികായൻ. എങ്കിലും ഈ വലിയ ബംഗ്ലാവിൽ നിന്നും മോഹന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. തോക്ക് താഴെയിടടാ, തോക്കുധാരിയെ നോക്കി മോഹൻ ആജ്ഞാപിച്ചു. അയാൾ അലിമാവോയെ നോക്കി. അനുസരിക്കാൻ അലിമാവോ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാട്ടി. തോക്ക് താഴെ വെച്ചു. കാൽ കൊണ്ടിങ്ങോട്ട് നീക്കി വയ്ക്കേ. അങ്ങനെ ചെയ്യപ്പെട്ടു. മോഹൻ ഇടത് കൈകൊണ്ട് അതെടുത്ത് തോളിൽ തൂക്കി. പോപ്സൺ അലിമാവോ നിന്ന് വിയർക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് അയാൾക്ക് ഇത്തരം ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നത്. തൻ്റെ മകൻ അലിമാവോയുടെ ജീവനാണവൻ. ഭാവിയിലെ മുഖ്യമന്ത്രി, അതുപോലത്തെ തന്നെ അധോലോക നായകനും ആകേണ്ടവൻ. എണീക്കടാ. ജോൺസന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് സിറിഞ്ച് അല്പം പോലും ഇളക്കാതെ മോഹൻ സാവധാനം ഉയർന്നു. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ജോൺസണും എണീറ്റു. പീറ്റർ മസ്ക്രാൻ്റെ കൈകൾ ധരിക്കുകയാണ്. പാൻറ്റിൻ്റെ കീശയിൽ പിസ്റ്റൾ കിടപ്പുണ്ട്. പക്ഷേ താൻ അതെടുത്താൽ മോഹൻ ജോൺസനെ നശിപ്പിക്കുമെന്ന് ഉറപ്പാണ്. മോഹൻ, ജോൺസൺ ബാബുവിനെ വിടുന്നതാണ് നിനക്ക് നല്ലത്. മസ്ക്രാൻ പല്ല് കടിച്ചു. മോഹൻ പൊട്ടിച്ചിരിച്ചു. പീറ്റർ മസ്ക്രാൻ, നിന്റെ സ്വരത്തിൽ എന്താണൊരു മാറ്റം? കഴിഞ്ഞ നിമിഷം വരെ പന്ത് നിങ്ങളുടെ ഗ്രൗണ്ടിലായിരുന്നു, എന്നാൽ ഇപ്പോൾ എൻ്റെ കോർട്ടിലാണ്. ഇനി ഞാനൊന്ന് കളിച്ചു കാണിക്കാമെടാ. മോഹൻ പോപ്സൺ അലിമാവോയുടെ നേരെ തിരിഞ്ഞു. മിസ്റ്റർ പോപ്സൺ, നിങ്ങൾക്ക് മകന് ജീവനോടെ വേണമെന്നുണ്ടോ? അയാളുടെ മുഖത്തേക്ക് ഭീതി ഇരച്ചു കയറുന്നത് മോഹൻ കണ്ടു. ഉണ്ട്, വിറയാർന്ന സ്വരത്തിൽ അയാൾ പറഞ്ഞു. എങ്കിൽ എന്നെ തടയരുത്, എനിക്ക് രക്ഷപ്പെടണം. അവിടെയുണ്ടായിരുന്നവർ മുഖാമുഖം നോക്കുമ്പോൾ മോഹൻ തുടർന്നു. എന്തെങ്കിലും കുടിലത ഉപയോഗിച്ച് എന്നെ തകർക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ മകനെ ഞാൻ കൊല്ലും. അതല്ലെങ്കിൽ ഞാൻ സുരക്ഷിതനാണെന്ന് ഉറപ്പാകുന്ന നിമിഷത്തിൽ ഇവനെ വെറുതെ വിട്ടേക്കാം. ഓക്കെ? ആരും ഒന്നും പറഞ്ഞില്ല. പൊടുന്നനെ മോഹൻ്റെ ഭാവം മാറി. കേരളത്തിൽ നിന്ന് വന്ന പെൺകുട്ടികളെവിടെ? ആരും അത് പ്രതീക്ഷിച്ചിരുന്നില്ല. പീറ്റർ മസ്ക്രാൻ പരുങ്ങി. വേഗം അവരെ എൻ്റെ മുന്നിലെത്തിക്കുക. ആരും അനങ്ങിയില്ല. മോഹൻ ജോൺസന്റെ കഴുത്തിലേക്ക് സിറിഞ്ച് അല്പം അമർത്തി. അത് തുളഞ്ഞിറങ്ങുമെന്ന് തോന്നിയ നിമിഷത്തിൽ പോപ്സൺ അലിമാവോ സമ്മതിച്ചു. അവർ ഇവിടെയുണ്ട്. വേഗം കൊണ്ടുപോവാ ഇവിടെ. അലിമാവോ തലയിളക്കിയ ഉടനെ രണ്ടുപേർ നടന്നുപോയി. മോഹനെ വീഴ്ത്തുവാൻ പറ്റിയ ഒരു മാർഗം എത്ര ചിന്തിച്ചിട്ടും പീറ്റർ മസ്ക്രാൻ്റെ തലച്ചോറിൽ തെളിഞ്ഞു വന്നില്ല. 5 മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ യുവതികളുമായി അവർ തിരിച്ചെത്തി. അപ്പോഴും മയക്കുമരുന്നിൻ്റെ ശക്തിയിലായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ അവരുടെ മുഖങ്ങളിൽ നിറഞ്ഞ സംതൃപ്തി തങ്ങി നിന്നിരുന്നു. ഇനി എൻ്റെ കയ്യിൽ നിന്നും എടുത്ത വാച്ച് കൊണ്ടുവരൂ. അതും കിട്ടി. മോഹൻ അതിലുണ്ടായിരുന്ന റേഡിയോ ട്രാൻസ്മിറ്ററിലൂടെ അശ്വതിയുമായി ബന്ധം പുലർത്തി. ഈ അവസരത്തിൽ അലിമാവോയുടെ വീടിന് വളരെ അടുത്ത് തന്നെയുണ്ടായിരുന്നു അവൾ. സന്ധ്യ മയങ്ങുന്നതോടെ എങ്ങനെയും അലിമാവോയുടെ താവളത്തിൽ കടക്കുവാൻ തീരുമാനിച്ച് എല്ലാവിധ തയ്യാറെടുപ്പുകളോടും കൂടി തന്നെയായിരുന്നു അവളുടെ വരവ്. ഒരു വാഹനവുമായി അലിമാവോയുടെ ഗേറ്റിന് മുന്നിലെത്തുവാൻ മോഹൻ അവളോട് നിർദ്ദേശിച്ചു. ജോൺസനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മോഹൻ മുന്നോട്ട് നടന്നു. അവരെ കൂടി കൊണ്ടുവാ, പീറ്റർ മസ്ക്രാനെ നോക്കി പറയാനും മറന്നില്ല. അവർ അലിമാവോയുടെ വീടിന് പുറത്തെത്തി. 2 പേർ പെൺകുട്ടികളെയും അവരുടെ പിന്നാലെ കൊണ്ടുവന്നു. മോഹൻ തിരിഞ്ഞു നടന്നു. പോപ്സൺ സാർ, അങ്ങയുടെ മകൻ എൻ്റെ അടുത്ത് സുരക്ഷിതനായിരിക്കും. പക്ഷേ എനിക്കിട്ട് വേല വയ്ക്കരുത്. ഒരു ശവമാതിരി ജോൺസൺ മോഹൻ്റെ ഒപ്പം നീങ്ങി. കുറേ മുമ്പ് വരെ പുലിയെപ്പോലെ തൻ്റെ നേരെ ചീറിയ ജോൺസന്റെ കാര്യം ഓർത്തപ്പോൾ മോഹന് ചിരി വന്നു. ഗേറ്റിന് പുറത്ത് അശ്വതി ഒരു കാറുമായി കാത്തു നിൽക്കുകയായിരുന്നു. മണിശങ്കറുടെ കാർ. അവർ അടുത്തെത്തിയപ്പോൾ ഡോർ തുറന്നു കൊടുത്തു. മോഹൻ്റെ ശരീരം കണ്ടപ്പോൾ അശ്വതി നടുങ്ങിപ്പോയി. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളും ചോര ഉണങ്ങിയ ശരീരവും. ഇതെന്ത് പറ്റി മോഹൻ? എല്ലാം അറിയാമായിരുന്നിട്ടും അവൾക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഒക്കെ പിന്നെ പറയാം. ആദ്യം കാറിൽ കയറിയത് ജോൺസണും മോഹനുമാണ്. അശ്വതി പെൺകുട്ടികളെ നോക്കി. കൊള്ളാം, ആവശ്യത്തിന് ശരീര സൗന്ദര്യമുണ്ട്. അന്ന് ബിഗ് ഷോയിൽ കണ്ടതിനേക്കാളും ഇവർ ക്ഷീണിച്ചിട്ടുണ്ട്. കയറ്, അവൾ അവരോട് പറഞ്ഞു. പക്ഷേ അവർ കൂട്ടാക്കിയില്ല. അശ്വതി ഒരിക്കൽ കൂടി തൻ്റെ നിർദ്ദേശം വ്യക്തമാക്കി. അപ്പോഴും അവർക്ക് അനുസരിക്കാൻ ഭാവമില്ലെന്ന് കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു. കേരളത്തിലെങ്ങും സ്ഥലമില്ലാഞ്ഞിട്ടാണോടേ നീയൊക്കെ ഇവിടെ വന്നത്? ചോദിച്ചതും മുന്നോട്ട് നീങ്ങി ഒറ്റയടി. ഒരുവൾ കാറിനുള്ളിലേക്ക് തന്നെ വീണു. അത് കണ്ട് മറ്റുള്ളവർ നടുങ്ങിപ്പോയി. പെൺകുട്ടികളുടെ കൂടെ വന്നവർ പോലും ഭീതിയോട് കൂടിയാണ് അശ്വതിയെ നോക്കിയത്. നിങ്ങൾക്ക് പോകാം. അശ്വതി അവരെ നോക്കി. അവർ പിൻവാങ്ങി. പെൺകുട്ടികൾ നിമിഷങ്ങൾക്കുള്ളിൽ കാറിൽ കയറി. അശ്വതി അത് സ്റ്റാർട്ട് ചെയ്തു.
പോപ്സൺ അലിമാവോ കൂട്ടിലടിച്ച വെരുകിനെ പോലെ അങ്ങിങ്ങും ഉലാത്തി. അടിയും കൊണ്ട് പുളിയും കുടിച്ചു എന്ന ഭാവം ആ മുഖത്ത്. പീറ്റർ മസ്ക്രാൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. കൂടാതെ വേറെ ചിലരുമുണ്ട്. ആരും യാതൊന്നും സംസാരിക്കുന്നില്ല. വായിൽ നിന്ന് അബദ്ധങ്ങൾ വല്ലതും പുറത്തു വന്നാൽ തങ്ങളെ വെടിവെച്ച് കൊല്ലാനും പോപ്സൺ അലിമാവോ മടിക്കുകയില്ലെന്ന് അവർക്കറിയാമായിരുന്നു. മസ്ക്രാൻ മൗനത്തിന് വിരാമം കുറിച്ചുകൊണ്ട് അലിമാവോയുടെ സ്വരം ഉയർന്നു. ഒരു പാമ്പ് ചീറ്റുന്നത് പോലെയായിരുന്നു. സാബ്. അയാൾ രണ്ടടി മുന്നോട്ട് നീങ്ങി നിന്നു. അവരുടെ ഓരോ നീക്കങ്ങളും അപ്പോൾ എനിക്കറിയണം. ശരി സാർ. ജോൺസന് എന്തെങ്കിലും സംഭവിച്ചാൽ ഗോവൻ അധോലോകത്ത് ഒറ്റയാൾ പോലും കാണില്ലെന്ന സത്യം ആരും മറക്കേണ്ട. അതിന് ആരും മറുപടി പറഞ്ഞില്ല. ഏത് സമയത്തും ഒരാക്രമണത്തിന് തയ്യാറായി നിന്നുകൊള്ളാൻ നമ്മുടെ ആൾക്കാരോട് പറഞ്ഞേക്കൂ. സാബ്. അശ്വതി മോഹനും ജീവനോടെ ഗോവയിൽ നിന്നും പോകാൻ പാടില്ല. സാബ്. അലിമാവോ നടന്നുപോയി. മണിശങ്കരുടെ രഹസ്യ സംഘത്തിൽ തന്നെയാണ് മോഹനും അശ്വതിയും ജോൺസൺ അലിമാവോയെയും പെൺകുട്ടികളെയും എത്തിച്ചത്. ഉടൻ തന്നെ പെൺകുട്ടികളെ സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് മാറ്റിയിരുത്തിട്ട് ജോൺസൺ അലിമാവോയെ ആധുനിക സജ്ജീകരണങ്ങൾ എല്ലാമുള്ള ഒരു റൂമിലെത്തിച്ചു. പുറത്തുനിന്ന് മാത്രം തുറക്കുവാൻ കഴിയുന്ന ഒരു റൂമാണത്. അതുകൊണ്ട് തന്നെ അകത്ത് കടന്നാൽ ആ വാതിൽ ആരും അടക്കാറില്ലായിരുന്നു. മുറിയിലെത്തിയ ഉടനെ മോഹൻ അയാളോട് പറഞ്ഞു, ജോൺസൺ, ഇപ്പോൾ നിങ്ങൾ എൻ്റെ ശത്രുവല്ല, മറിച്ച് സുഹൃത്തും അതിഥിയും ഒക്കെയാണ്. അത് കേട്ട് ജോൺസൺ മുറുമുറുത്തു. പട്ടി. മോഹൻ മെല്ലെ ചിരിച്ചു. ആദിത്യ മര്യാദ ഉയർത്ത്. ഞാൻ മറുപടി പറയുന്നില്ല. പിന്നെ അയാൾ പുറത്തേക്ക് നടന്നു. ഒപ്പം വാതിൽ ബന്ധിക്കുകയും ചെയ്തു. ഈ നേരത്തെ അശ്വതി പെൺകുട്ടികളുമായി സംസാരിക്കുകയായിരുന്നു. എത്രയൊക്കെ ചോദിച്ചിട്ടും കേരളത്തിൽ നിന്ന് അവർ ഗോവൻ അധോലോകത്ത് എത്തിച്ചേരാനുണ്ടായ കാരണങ്ങളോ അതിന് അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങളോ അവർ വ്യക്തമാക്കിയില്ല. തികച്ചും സ്വപ്ന നാടകരെ പോലെയായിരുന്നു ആ സുന്ദരികൾ. ഇവർ മയക്കുമരുന്നിന് അടിമകളായി കഴിഞ്ഞുവെന്ന് അശ്വതിക്ക് തോന്നി. ഒരു പക്ഷേ ഇവരെ പഴയ നിലയിലേക്ക് ഇനി കൊണ്ടുവരുവാൻ കഴിഞ്ഞെന്ന് വരില്ല. കൂടാതെ അവരിൽ ആർക്കും തന്നെ ഗോവ വിട്ടു പോകുന്നതിനോട് താല്പര്യവുമില്ല. അവരുടെ അരികിൽ നിന്നും തിരികെ എത്തിയ അശ്വതി മോഹനോട് പറഞ്ഞു, മോഹൻ, അത്ര വേഗത്തിൽ ഇവർ കേരളത്തിലേക്ക് മടങ്ങിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചോദ്യാർത്ഥത്തിൽ മോഹൻ തലയിളക്കി. ഇവർ കേരളത്തെ വെറുക്കുന്നു. അവരുടെ ബന്ധുക്കളെ വിസ്മരിക്കുന്നു. ഇനി അഥവാ കേരളത്തിലേക്കുള്ള യാത്രക്കിടയിൽ തന്നെ ഇവർ മിസ്സാകാനിടേണ്ടതാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നമുക്ക് കേരളത്തിലേക്ക് വിവരം അറിയിക്കാം. അക്കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട. അവരുടെ അരികിലേക്ക് നടന്നു വന്നുകൊണ്ട് മണിശങ്കർ പറഞ്ഞു. ഞാൻ ഫോണിലൂടെ കേരളത്തിലേക്ക് ബന്ധപ്പെട്ടു. IG അഗർവാളിനോട് വിവരം പറഞ്ഞു. മക്കളെയും മറ്റും കൂട്ടിക്കൊണ്ടു പോവാൻ നാളെ പ്രഭാതത്തിൽ തന്നെ അദ്ദേഹവും മറ്റും ഇവിടെ എത്തും. ഫ്ലൈറ്റിലാണ് വരിക. അവസരത്തിനൊത്ത് പ്രവർത്തിക്കാനുള്ള മണിശങ്കറുടെ കഴിവിനോട് മോഹന് ബഹുമാനം തോന്നി. പക്ഷേ എൻ്റെ പേടി ഇതൊന്നുമല്ല. പോപ്സൺ അലിമാവോ അല്ലേ? അശ്വതി ഇടയ്ക്ക് കയറി ചോദിച്ചു. അതെ. അയാൾ വെറുതെ ഇരിക്കുമെന്ന് വിചാരിക്കേണ്ട. അയാൾ ഒരിക്കലും ഒരു ആക്രമണത്തിന് മുതിരുകയില്ല. കാരണം ജോൺസൺ നമ്മുടെ കസ്റ്റഡിയിലായതുകൊണ്ട്. പെൺകുട്ടികളെയും കൊണ്ടുപോകുന്ന IG അഗർവാളിനെയും മറ്റും അവർ ആക്രമിക്കും. അതുണ്ടാകില്ല. മോഹൻ ഒരു സിഗരറ്റിന് തീ കൊളുത്തി. അവർ തിരികെ പോകുന്നതും വിമാനത്തിലായിരിക്കും. ആയതിനാൽ കേരളത്തിൽ എത്തിച്ചേർന്നുവെന്ന ടെലിഫോൺ സന്ദേശം കിട്ടിയിട്ടല്ലാതെ ജോൺസനെ വിടുന്ന പ്രശ്നമേയില്ല. അതുവരെ പോപ്സൺ ക്ഷമിക്കുമോ? മനുഷ്യർക്ക് സംശയം. ക്ഷമിക്കണം. സംഭാഷണം അവിടെ മുറിഞ്ഞു. എൻ്റെ മുറിവുകൾ വച്ച് കെട്ടണം. മോഹൻ എണീറ്റു. ആദ്യം ഒന്ന് കുളിക്കട്ടെ. അശ്വതി മോഹൻ്റെ ഒപ്പം പോയി. ആ രഹസ്യ സംഘത്തിൻ്റെ പുറത്ത് പല ഭാഗങ്ങളിലും മണിശങ്കറുടെ ആൾക്കാർ മറിഞ്ഞിരിപ്പുണ്ട്. സംശയകരമായി ആരെങ്കിലും കണ്ടാൽ ഉടനെ അവർ റിപ്പോർട്ട് ചെയ്യും. മർഗോവ അഥവാ മഡുഗോണിലുള്ള റെയിൽവേ സ്റ്റേഷന് കിഴക്കുമാറിയാണ് മണിശങ്കറുടെ രഹസ്യ സങ്കേതമെന്ന് പോപ്സൺ അലിമാവോയുടെ വിശ്വസ്തരായ അനുചരന്മാർ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മണത്തറിഞ്ഞു കഴിഞ്ഞു. വിവരം പോപ്സൺ അലിമാവോയ്ക്കും പീറ്റർ മസ്ക്രാനും കിട്ടി. ഇരുവരും ഒന്നിച്ചുകൂടി. കൂർമ്മ ബുദ്ധിയുള്ളവനാണ് മസ്ക്രാൻ. ഒരു സ്ട്രെയിറ്റ് അറ്റാക്കിലൂടെ നമുക്ക് ജോൺസൺ സാബിനെ വീണ്ടെടുക്കാവുന്നതേയുള്ളൂ, മസ്ക്രാൻ തീർത്തു പറഞ്ഞു. കാരണം മണിശങ്കർക്ക് ആൾബലം തീരെ കുറവാണ്. അശ്വതിയുടെയും മോഹൻ്റെയും മറവിലാണ് അവർ ഇക്കളി കളിക്കുന്നത്. പോപ്സൺ അലിമാവോയുടെ മുഖത്ത് രോഷം ഇരച്ചു കയറുന്നത് മസ്ക്രാൻ കണ്ടു. പെൺകുട്ടികൾ ഗോവയ്ക്ക് പുറത്തു പോകരുത്. അലിമാവോയുടെ കൽപ്പന. സാബ്. മസ്ക്രാൻ അത് ശിരസ്സാ വഹിച്ചു. വാക്കു പാലിക്കുന്നവനാണെങ്കിൽ മോഹൻ ഉടനെ ജോൺസനെ വിടും. പോപ്സൺ തലയിളക്കിക്കൊണ്ട് പറഞ്ഞു. ശരിയാണ്. അടുത്ത നിമിഷത്തിലെ നമുക്ക് കളി തുടങ്ങണം. മകൻ അവരുടെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ ആക്രമിക്കുന്നതിനോട് പോപ്സൺ യോജിച്ചില്ല. മകന് എന്തെങ്കിലും സംഭവിച്ചാൽ അയാളുടെ ഒരു ബലഹീനതയാണ് മകൻ. അവന് എന്തെങ്കിലും സംഭവിച്ചാൽ അയാൾ പൊറുക്കില്ല. ഫോൺ ശബ്ദിച്ചു. പോപ്സൺ കൈ ചൂണ്ടിയപ്പോൾ പീറ്റർ മസ്ക്രാൻ റിസീവർ എടുത്തു. ഹലോ, പോപ്സണാണോ? അല്ല, പിന്നെ? ചോദ്യത്തിൽ പരിഹാസം. മസ്ക്രാൻ, പീറ്റർ മസ്ക്രാൻ. ആഹാ, വാലാട്ടിപ്പട്ടി അവിടെ ഉണ്ടായിരുന്നോ? ആരാടാ നീ? നിന്റെ അച്ഛൻ മോഹൻ. വാ എരപ്പേ. എരപ്പോ? ഞാൻ കേൾക്കുന്നില്ലല്ലോ. മോഹൻ ചിരിക്കുന്നത് കേട്ടു. കർണക്കുറ്റിക്ക് നല്ല തല്ലിക്കിട്ടാഞ്ഞിട്ട എരപ്പ് പോലെ തോന്നുന്നത്. നിനക്കെന്ത് വേണം? നിന്റെ ദൈവത്തിന്. പോപ്സൺ അലിമാവോയെ.
മസ്ക്രാൻ റിസീവർ കൈമാറാൻ ശ്രമിക്കുമ്പോൾ മോഹൻ്റെ ശബ്ദം വീണ്ടും കേട്ടു. അല്ലെങ്കിൽ എനിക്ക് നിന്നോട് സംസാരിച്ചാലും മതി, നീ അവനോട് പറഞ്ഞേര്. അവൻ മസ്ക്രാൻ്റെ കണ്ണു തള്ളി. അലിമാവോ സാബിനെ ജീവിതത്തിൽ ഇന്നുവരെ ആരും ഇങ്ങനെ വിളിച്ചിട്ടുണ്ടാവില്ല. എടാ, എന്താടാ, നിന്റെ നാവ് ഞങ്ങൾ അറുത്തെടുക്കും. എന്തിനാ? നാവ് ഇല്ലാത്തവരാരെങ്കിലും നിങ്ങളുടെ കൂടെയുണ്ടോ? ഷട്ടപ്പ്. അതെങ്ങനെയാടാ? വിളിച്ചതിൻ്റെ കാര്യം പറയാതിരിക്കാൻ കഴിയുമോ? പറഞ്ഞു തുലക്കേ. രണ്ടാമത് പറഞ്ഞത് അധികം താമസിയാതെ സാധിച്ചു തരാം. ആ പിന്നെ, ഞങ്ങൾ സുഖമായി ഇവിടെ എത്തി. അതിൻ്റെ വിവരത്തിന് ഒരു കത്തിട്ടേക്കട്ടെ. സാലാ, തെറി വിളിക്കല്ലേ സാറേ. ഹിന്ദി നേരെ ചൊവ്വേ അറിയാൻ പാടില്ലാഞ്ഞിട്ടാ. ആ, ജോൺസൺ എവിടെ? ഇവിടെയുണ്ട്. ഇപ്പോൾ അദ്ദേഹം ആടിൻ്റെ തല വെട്ടി നുറുക്കിയിട്ട് സൂപ്പ് വച്ചത് കുടിക്കുകയാണ്. മസ്ക്രാൻ്റെ കോപം ഇരട്ടിക്കുകയാണ്. ജോൺസൺ സാബിനെ ഉടനെ വിട്ടുകിട്ടണം. മസിൽ പിടിക്കാതെ മസ്ക്രാനെ, ഉടുപ്പ് കീറിപ്പോകും. അയാളെ കിട്ടിയിട്ട് വേണം കളി തുടങ്ങാൻ അല്ലേ? മോഹൻ്റെ സ്വരം കടുത്തു തുടങ്ങി. പെൺകുട്ടികൾ സുരക്ഷിതരായി കേരളത്തിൽ എത്തിക്കഴിയുമ്പോൾ ജോൺസനെ വിട്ടേക്കാം. അത് കേട്ടതേ മസ്ക്രാൻ്റെ മുഖം വിളറി. എല്ലാം നോക്കിയിരിക്കുകയായിരുന്നു പോപ്സൺ അലിമാവോ. എന്താ എന്താ ഉദ്വേഗത്തോടെ അയാൾ തിരക്കി. മറുപടി നൽകാൻ മസ്ക്രാന് ഒരു നിമിഷം വേണ്ടി വന്നു. രാവിലെ 9 മണി കഴിഞ്ഞപ്പോൾ AG അഗർവാളും കേരളത്തിലെ സമർത്ഥരായ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരും അടങ്ങുന്ന 5-അംഗ സംഘം ഗോവയിൽ എത്തിച്ചേർന്നു. എയർപോർട്ടിന് പുറത്ത് അവരെ സ്വീകരിക്കാൻ അശ്വതിയും മണിശങ്കറും കാത്തുനിന്നു. മോഹൻ രഹസ്യസംഘത്തിൽ തന്നെയാണ്. അപ്രതീക്ഷിതമായി ഒരാക്രമണം ഉണ്ടായാൽ നേരിടണമല്ലോ. അശ്വതിയും പോലീസ് ഉദ്യോഗസ്ഥന്മാരും മുഖാമുഖം നോക്കി. ആ കൂട്ടത്തിൽ ഇൻസ്പെക്ടർ അർജുനെയും അശ്വതി കണ്ടു. അവർ അവസാനം കണ്ടുമുട്ടിയത് കേരളത്തിൽ വെച്ചായിരുന്നു. ക്രിസ്റ്റഫർ അലിഗാൻ എന്ന പേരിൽ വമ്പുമാരെയെല്ലാം കീഴടക്കിയ മോഹനെ കുരുക്കുവാൻ അർജുൻ എത്തിയപ്പോൾ തക്ക സമയത്തുള്ള അശ്വതിയുടെ ഇടപെടൽ മൂലമുണ്ടായ ഭീകരാന്തരീക്ഷമായിരുന്നു അന്നത്തെ വിജയത്തിന് കാരണം. ഒരു നിമിഷം ഇൻസ്പെക്ടർ അർജുനും ആ സംഭവം ഓർത്തു. കമോൺ. AG അഗർവാളിൻ്റെ ശബ്ദമാണ് അയാളെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. അശ്വതിയും മണിശങ്കറും വന്ന ടെമ്പോ വാനിൽ എല്ലാവരും കയറി. മണിശങ്കറാണ് ഡ്രൈവിംഗ് സീറ്റിൽ. അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തൊട്ടു പിന്നിൽ ഒരു ബെൻസ് കാർ വന്ന് ബ്രേക്ക് ചെയ്തു. അതിൻ്റെ പിന്നിലെ കറുത്ത ഗ്ലാസ് താഴേക്ക് മാറ്റി. അതുവഴി ഒരു മുഖം പ്രത്യക്ഷമായി. പീറ്റർ മസ്ക്രാൻ, പോപ്സൺ അലിമാവോയുടെ വിശ്വസ്തനായ സേനാനി. കഥ തുടരും.